സ്വലാത്തുൽ കമാലിയ ചൊല്ലിക്കോ, നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ, താജുസ്സലാത്ത് ചൊല്ലിക്കോ, മറ്റേതെങ്കിലും പേരിലുള്ള അഅ്ളമുസ്സലാത്ത് ചൊല്ലിക്കോ എന്നാണെന്നോ മുത്ത് റസൂൽ പറഞ്ഞത്. പ്രസംഗം ആരംഭിക്കുന്നതിന്റെ ആ ആരംഭം ഹംദ് ചൊല്ലി അയാൾ സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് അയാൾ നരകത്തിൽ എൻട്രി ആയിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ തന്നെ അയാൾ നരകത്തിൽ പോയി കഴിഞ്ഞു. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്താൽ അത് ബിദ്അത്താണ്. ഇതാണല്ലോ വഹാബികൾ പാടി നടക്കുന്നത്. എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് ചെയ്ത ആളുകൾ അവരൊക്കെ നരകാവകാശികളാണ് എന്നാണ് വഹാബികൾ പാടി നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൗലവി പ്രസംഗം തുടങ്ങുമ്പോഴേക്ക് തന്നെ നരകത്തിന്റെ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മൗലവിക്ക്. അതാണ് രസം. ഇയാൾ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാർജയിൽ നിന്ന് വന്നിട്ട് കേസി നഗറിലേക്ക് എത്തുമ്പോ തന്നെ നരകത്തിലേക്ക് എൻട്രി ആയി കഴിഞ്ഞു. അതിന്റെ കാരണം ഞാൻ പറയാം. ഇന്നലെ എന്താണ് പറഞ്ഞു എന്നതിന് മുമ്പ് ആ മൗലവി മുമ്പ് പ്രസംഗിച്ചത്, അയാള് മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടോളൂ. വേറെ സ്ഥലത്ത് എവിടെയോ പറഞ്ഞത് പണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഒന്ന് എന്ന പേരിൽ ഈ സമുദായത്തിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾക്ക് ഇസ്ലാമിൽ അഡ്രസ് ഇല്ല. അഡ്രസ് ഉള്ള ദിക്റുകൾ ഒന്നും ഒഴിവാക്കരുത് എന്നാണ് നമുക്ക് വസിയത്ത് പറയാനുള്ളത്, എന്നോടും നിങ്ങളോടും. അഡ്രസ് ഇല്ലാത്തതിന്റെ ഒന്നും പിന്നാലെ പോകാനും പോകരുത് എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ സ്വലാത്തിന്റെ കാര്യത്തിലേക്ക് വന്നോളൂ. നിങ്ങൾ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതാണ് സ്വലാത്ത് ചൊല്ലണമെന്ന്. നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലാത്തവന്റെ സ്വലാത്ത്, ആ നിസ്കാരം സ്വീകാര്യമല്ലല്ലോ. റസൂലുള്ളാഹിനോട് വന്ന് വിനയത്തോടുകൂടി സ്വഹാബി ചോദിക്കുകയാണ്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ സ്വലാത്തുൽ കമാലിയ ചൊല്ലിക്കോ, നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ, താജുസ്സലാത്ത് ചൊല്ലിക്കോ, മറ്റേതെങ്കിലും പേരിലുള്ള അഅ്ളമുസ്സലാത്ത് ചൊല്ലിക്കോ എന്നാണെന്നോ മുത്ത് റസൂൽ പറഞ്ഞത്. ആണോ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഖൂലൂ, സഹാബത്തെ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സ്വലാത്തിന്റെ ഒരു രൂപമാണത്. 7ഓളം രൂപങ്ങളിൽ സഹീഹായ നിലക്ക് സ്വലാത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അത് മറ്റൊരു രൂപമാണ്. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതൊക്കെ ഒരു വിഷയാന്ന് ചോദിക്കും ചിലപ്പോൾ ആൾക്കാര്. സയ്യിദിന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറയാറുണ്ട്. സയ്യിദിന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അപ്പോ ഇബ്രാഹിമി സ്വലാത്ത് അല്ലാത്ത മറ്റൊരു സ്വലാത്ത് ഹദീസിൽ വന്നിട്ടില്ല. നാരിയത്ത് സ്വലാത്തോ സ്വലാത്തു താജോ സ്വലാത്തുൽ കമാലിയോ അങ്ങനെ ഒരു സ്വലാത്ത് ഹദീസിൽ വരാത്തത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത് കൊണ്ട് അത് ചൊല്ലാൻ പാടില്ല എന്നാണ് ഈ മൗലവി പറയുന്നത്. ഇനിയും കേട്ടോ, ഒന്നും കൂടി പറയട്ടെ. നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. കാരണം റസൂലുള്ളാഹിയുടെ കാലത്ത് അങ്ങനെ ഒരു സ്വലാത്ത് നബിക്ക് പരിചയമില്ല. നാരിയത്ത് സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ സ്വഹാബത്തിന് ഇത് സ്വലാത്ത് പരിചയമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരിക്കൽ പോലും നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടില്ല.
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സഹാബിയും ഒരു തവണ പോലും നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. ആയിക്കോട്ടെ. നിങ്ങൾ ഈ നാരിയ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് സുബൈക്ക് ശേഷം ഇങ്ങനെ മാലി മറിച്ചിരിക്കണ കൗമില്ലേ? ഉണ്ട്. ഞങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എവിടേക്കെങ്കിലും ഒരു ഹദീസിലെങ്കിലും ചൊല്ലാൻ വേണ്ടിയുള്ള കൽപ്പന ഉണ്ടോ? നമുക്ക് ബുദ്ധി അല്ലാഹ് തന്നിട്ടില്ലേ? എന്താ ബുദ്ധി നിങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾക്ക് അറിയാം. വർക്ക് ചെയ്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാർക്ക് ഈ സ്വലാത്ത് പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരീൻ. എവിടെയാണ് ഉണ്ടെങ്കിൽ തെളിയിക്കുവീൻ. ഒരൊറ്റ സ്ഥലത്ത് കാണാൻ സാധ്യമല്ല സഹാബിമാർ ഈ സ്വലാത്ത് ചൊല്ലിയതായി കാണില്ല സുഹൃത്തുക്കളെ. അപ്പൊ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയതായിട്ട് ഒരു തെളിവ് കൊണ്ടുവരീ. സ്വഹാബത്ത് ചൊല്ലിട്ടുണ്ടോ? ഉമർ ഖത്താബ് ചൊല്ലിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലിട്ടുണ്ടോ? സ്വഹാബത്തിന് ഒരാൾക്കും പരിചയമില്ലാത്ത സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. ആയിക്കോട്ടെ. ഇപ്പൊ സ്വലാത്ത് മാത്രമല്ല, എത്രത്തോളം പറഞ്ഞാല് അയാൾ തന്നെ പറഞ്ഞല്ലോ, ബുദ്ധിയില്ലേ? ബുദ്ധി പണ്ടേ ഇല്ല, ഞങ്ങൾക്കറിയാം. ബുദ്ധി ഉള്ളവൻ പിന്നെ വഹാബി ആവൂലല്ലോ. ബുദ്ധി ഉള്ളവൻ വഹാബി ആവൂല. അതുകൊണ്ട് പണ്ടേ ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ല. ഇയാളിപ്പോ സ്വലാത്ത് മാത്രമല്ല, അല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവനും നരകത്തിലാണ്. സ്വലാത്തിന്റെ കാര്യം ഇരിക്കട്ടെ, അല്ലാ 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 എന്ന് റസൂലുള്ളാഹ് അല്ലാഹനെ വിളിച്ചാലോ അവനും നരകത്തിലാണ്. അതിന്റെ മൗലവി പറയട്ടെ. നിങ്ങൾ നോക്കൂ, അല്ലാ 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 എന്നൊരു ദിക്ർ റസൂലുള്ളാഹി ചൊല്ലിയിട്ടില്ല. അങ്ങനെ ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല. അതുപോലെ തന്നെ അല്ലാ എന്നുള്ള ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഈ മൗലവി ഖുർആൻ ഓതാറില്ല എന്ന് തോന്നുന്നു. ഖുർആനിലുണ്ട്, ഖുൽ നബിയെ പറയൂ അല്ലാഹ് അല്ലാഹ് എന്ന് പറയണമെന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇബ്ലീസിനത് കാണൂലല്ലോ. ഏതിരുന്നാലും ഇരിക്കട്ടെ, അപ്പൊ അല്ലാ എന്ന് ചൊല്ലിയാലും അതും ബിദ്അത്താണ്, അവനും നരകത്തിലാ. ഇനി വേറൊരു മൗലവിയും കൂടി പറയട്ടെ. നമ്മള് ഇതേ വിഭാഗത്തിൽപ്പെട്ട, ഈ ജിന്നൂരി വിഭാഗത്തിൽപ്പെട്ട ഒരു മൂപ്പൻ, അയാളിപ്പോ ഇല്ല ഏതിരുന്നാലും ഭൂമിയിൽ, അയാൾ പറഞ്ഞത് കേട്ടോളൂ. അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബില ഒന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് ചൊല്ലാത്ത പഠിപ്പിക്കാത്ത സ്വലാത്ത് നമ്മളെ ഭാഗത്ത് നിന്ന് നാം ഉണ്ടാക്കരുത്, ചൊല്ലരുത്. ഇതാണിപ്പോ മൗലവിമാര്, എല്ലാ മൗലവിമാരും മുത്തഫഖുൻ അലൈഹി നിലക്ക് പറഞ്ഞേ. എന്നാൽ അപ്പൊ നബി തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. എന്നാലോ ചൊല്ലിയാലോ അത് ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്താലോ നരകത്തിലാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ളലാലത്തും നരകത്തിലാണല്ലോ. അപ്പൊ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്ത ചൊല്ലാത്ത സ്വലാത്ത് ചൊല്ലിയവൻ നരകത്തിൽ പോകും. ഇതാണല്ലോ ഇപ്പോ. എന്നാ ഇന്നലെ നമ്മളെ KC നഗറിൽ വന്ന ഈ ഷാർജ മൗലവി, പാട്ടാളി മൗലവി ഉണ്ടല്ലോ, ഈ പാട്ടാളി മൗലവി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ക്ലീൻ ബോൾഡാണ്. തുടക്കത്തിൽ തന്നെ അയാൾ നരകത്തിൽ എൻട്രി, അയാൾക്ക് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞു. അയാൾ ഇന്നലെ അവിടെ ചൊല്ലിയ സ്വലാത്ത് നിങ്ങൾ കേട്ടോളി. والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والصلاة والسلام الأتمان الأكملان. ഈ സ്വലാത്ത് മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചുനോ മൗലവി? ഉമർ ഖത്താബിന് പരിചയമുള്ള സ്വലാത്താണോ ഇത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പരിചയമുള്ള സ്വലാത്താണോ? ഏത് ഹദീസിന്റെ കിതാബിലാണ് വസ്സലാത്തു വസ്സലാമു അൽ-അതമ്മാനി അൽ-അക്മലാനി? ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത് മൗലവി എന്ന് കാണിച്ചു തരാൻ കഴിയോ? അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്ത സ്വലാത്ത് ചൊല്ലുന്നത് ബിദ്അത്താണ്.
ബിദ്അത്തെല്ലാം നരകത്തിലേക്കുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്തു ചൊല്ലാം. നമുക്ക് നാരിയത്ത് സ്വലാത്തു എല്ലാം പാടില്ല. നമുക്ക് റസൂലുള്ളാന്റെ സർട്ടിഫിക്കറ്റ് വേണം. മൗലവിമാർക്ക് എന്ത് ചൊല്ലിക്കോളാം? അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു സ്വലാത്ത് അയാളല്ലേ ചോദിച്ചു നേരത്തെ, ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ആർക്കാ ബുദ്ധിയില്ലാത്തത്? ആർക്കാ ബുദ്ധിയില്ലാത്തത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നോ ഈ സ്വലാത്ത്? ഉമർ ഖത്താബിന് പരിചയം ഉണ്ടായിരുന്നോ? വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനി അലക്മലാനി. ഈ സ്വലാത്ത് സ്വഹാബത്തിന് പരിചയമുള്ള സ്വലാത്താണോ? ഏത് ഹദീസിന്റെ കിതാബിലാ ഒന്ന് കാണിച്ച ഇങ്ങനൊരു സ്വലാത്ത്? അതാണ് തുടക്കത്തിൽ തന്നെ ക്ലീൻ ബോൾഡാണ് ഇയാള്. നരകത്തിന്റെ ടിക്കറ്റ് വാങ്ങിയിട്ടാണ് പ്രസംഗം തുടങ്ങുന്നത് ഈ മൗലവി. അപ്പൊ ഏതായിരുന്നാലും ഷാർജയിൽ നിന്ന് കേസ് റോഡിലേക്ക് എത്തുമ്പോ ഇയാൾ വന്നത് നരകത്തിന്റെ ടിക്കറ്റ് വാങ്ങാനാണ് അല്ലേ? ഇത് മാത്രല്ല, ഇയാള് വേറെയും കുറെ സ്വലാത്ത് എല്ലിട്ടുണ്ട്. കിട്ടോളി വേറെ സ്ഥലത്ത്. والصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه المجاهدين الفائزين. ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലുള്ളത് മൗലവി എന്ന് കാണിച്ചു തരാൻ കഴിയോ? ഈ സ്വലാത്ത് നിങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിനോ? ഈ സ്വലാത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പരിചയമുള്ള സ്വലാത്താണോ? ഈ സ്വലാത്ത് ഉമർ ഖത്താബിന് പരിചയമുള്ളതാണോ? ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ ഇങ്ങനെ ഒരു സ്വലാത്ത് അള്ളാന്റെ റസൂലിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയോ നിങ്ങൾക്ക്? ഇനി അടുത്തൊരു സ്വലാത്ത്. وصلى الله على خير خلقه نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ഈ സ്വലാത്ത് എവിടെയുള്ളത്? ഇതും ഇതേ മൂപ്പരിയിലെ സ്വലാത്താ. ഇത് അബൂബക്കർ സിദ്ദീഖിന് പരിചയമുള്ള സ്വലാത്താണോ? സ്വഹാബത്തിന് പരിചയമുണ്ടോ? ഇനി അടുത്ത് ഒന്ന് ചൊല്ലിക്കോ, ഒന്നും കൂടി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത്? ആര് പഠിപ്പിച്ചു ഈ സ്വലാത്ത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്വലാത്ത്? അതാണ് പറഞ്ഞത്, തുടക്കം തന്നെ ഇളവൊടുക്കാം. നരകത്തിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടാണ് അയാൾ പ്രസംഗം ആരംഭിക്കുന്നത്. ഇനി അയാൾ ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം ഇങ്ങനെ തുടങ്ങുന്നു. ആ തുടങ്ങുന്ന വേളയിൽ അയാൾ ഒരു ഹദീസും കൂടി വായിക്കുന്നു. അത് അയാൾക്ക് ഏറ്റവും സൂട്ടായ ഒരു ഹദീസാണ്. ഈ ഹദീസ് വായിക്കുന്ന ഈ വായിച്ച മൗലവി ഉണ്ടല്ലോ, ഈ മൗലവിയും ഇതുപോലെയുള്ള എല്ലാ മൗലവിയും, കുല്ലു മൗലവി, എല്ലാ മൗലവിമാർക്കും ഏറ്റവും സൂട്ടായ ഒരു ഹദീസാണ് ഈ മൗലവി വായിക്കുന്നത്. കേട്ടോളൂ. ഏതാണ് ആ മാർഗമെന്ന് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് മദീനയിൽ സ്വഹാബിമാർക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തതാ മണലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരൊക്കെ കാണുന്ന നിലക്ക് ഒരു നേരായ വര അങ്ങ് വരച്ചോ. ഒരു നേരെ വര വരച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വളവില്ല, തിരിവില്ല. ഒരു നേർരേഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം. ഹാദാ സബീലുല്ലാഹി മുസ്തഖീമാ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴി. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നേരായ വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും അതിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമൊക്കെ ചില വളഞ്ഞ വഴികള്, ചില വരകൾ ഇങ്ങനെ വരച്ചിട്ട് അവിടുന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വഹാബിമാരോട് പറയുകയാണ്, ഓ സ്വഹാബിമാരേ, കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് ആദ്യം വരച്ച നേരായ വര കണ്ടില്ലേ? അതിന്റെ ഇപ്പുറത്തും അപ്പുറത്തും അതാ വേറെ ചില വഴികൾ കണ്ടില്ലേ? ആ നേരായ വഴിയാണ് അല്ലാഹുവിന്റെ വഴി. അതേ അവസരത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഈ വരകളുണ്ടല്ലോ, ഇതൊക്കെ ഹാദിഹി സുബുൽ, ഇതൊക്കെ വേറെ ചില വഴികളാണ്.
ഇതൊക്കെ വേറെ ചില മാർഗങ്ങളാണ്. ലൈസ മിൻഹാ സബീൽ, അതിൽപ്പെട്ട ഒരു വഴിയിലും ഇല്ലാതെ, അതിൽപ്പെട്ട ഒരു വഴിയിലും ഇല്ല അലൈഹി ശൈത്താൻ യദ്ഉ ഇലൈഹി, അതിലേക്ക് വിളിക്കുന്ന ശൈത്താൻ അവിടെ കുടിയിരിക്കുന്നുണ്ട്. എന്തേ നിങ്ങൾക്ക് മനസ്സിലായത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞിട്ടാണ് ആയത്ത് ഓതുന്നത്. അപ്പൊ എല്ലാ വഴിയിലും, നേരായ വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും പല വഴികളുണ്ട്. അവിടെ ശൈത്താൻ കുടിയിരിക്കുന്നുണ്ട്. ആ ശൈത്താനാണ് നിങ്ങൾ, ആ ശൈത്താനാണ് നിങ്ങളും അംസാലുക, നിങ്ങളെ പോലെയുള്ള മറ്റു മൗലവിമാരും. അതാണ് നേരായ വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിരുന്ന ശൈത്താൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചത്. അത് നിങ്ങളെ പോലത്തെ മൗലവിമാരെ പറ്റിയാണ്. പച്ച ശൈത്താന്മാരാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ജിന്നുവർഗത്തുള്ള ശൈത്താനല്ലേ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, മനുഷ്യവർഗത്തുള്ള ശൈത്താൻ തന്നെയാ. അപ്പൊ മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താൻ അത് നിങ്ങളും അംസാലുക, നിങ്ങളെ പോലെയുള്ള മറ്റു മൗലവിമാരും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടായ ഹദീസ്. ലോകത്തുള്ള എല്ലാ ആളുകളെയും പച്ച കാഫറാക്കി പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. തൗഹീദിന് പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ നടത്തുന്നു. ഒന്നിലും സ്ഥിരതയില്ല. കൊല്ലം മാറുമ്പോൾ പലതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന പച്ച ശൈത്താന്മാരാണ് എല്ലാ മൗലവിമാരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഹദീസാണെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയോ, ഇന്നലെ നടന്ന പരിപാടിക്ക് ഇന്ന് തന്നെ മറുപടി പറയുന്നു എന്ന് പറഞ്ഞപ്പോ ഇന്ന് അതിന് മറുപടി കിട്ടുമെന്ന് പോസ്റ്റർ കണ്ടപ്പോ മൗലവിമാര് പെട്ടെന്ന് രാവിലെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു. അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ വഹാബികൾ വീഡിയോ റിമൂവ് ചെയ്തതിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇട്ടപ്പോ വീണ്ടും രണ്ടാമത് നാണക്കേടായി വീണ്ടും ഇട്ടു. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇടിക്കും, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഏത്തടിക്കും. മനസ്സിലായില്ലേ? നിങ്ങളത് ഡിലീറ്റ് ചെയ്താലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആവശ്യമുള്ള വീഡിയോ ഞങ്ങൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് വേറെ വിഷയം, അത് വേറെ ഇരിക്കട്ടെ. നിങ്ങൾ എന്ത് കട്ട് ചെയ്താലും നിങ്ങൾ ഈ കള്ളപ്പണി ഞങ്ങൾക്ക് മുമ്പേ അറിയാലോ. ഒരു മൗലവി പറയാണ്, ഇന്നലെ നടക്കുന്ന നമ്മുടെ പരിപാടിക്ക് മുമ്പ് തന്നെ തോക്കെ മറുപടി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എങ്ങനെയാ അത് അറിയുന്നത്? അതിന് എന്റെ കറാമത്തായിട്ട് കൂട്ടിക്കോ, എനിക്ക് ഇൽമുൽ ഗൈബ് അറിയുന്നത് കൂട്ടിക്കോ, കുഴപ്പമില്ല. നീ എന്ത് പറയുമെന്ന് എനിക്ക് മുമ്പേ അറിയാം, അന്നങ്ങൾ അങ്ങനെ കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അതിന്റെ ആ വിഷയത്തിൽ കൂടുതൽ ടെൻഷൻ എടുക്കണ്ട. അത് എങ്ങനെ അറിയുമെന്ന് കഴിഞ്ഞിട്ട് നീ എനിക്ക് ആ ഗൈബ് അറിയുന്നു കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തു പറയുമെന്ന് ഞങ്ങൾ എത്ര കാലായി കൂട്ടരെ പഠിച്ചിട്ട് ഇന്നലെയോ. നിങ്ങൾ വന്നാൽ എന്ത് പറയുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാം. നിങ്ങളെ കയ്യിലുള്ള മാറ്റർ എന്താണ്, എന്തേ നിങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് എല്ലാം അറിയാം. മനസ്സിലായില്ലേ? ഇരിക്കട്ടെ. ഏതിരുന്നാലും ഇയാൾ ഇന്നലെ ഇപ്പൊ കാര്യമായിട്ട് പറഞ്ഞെന്താ, ഒന്ന് രണ്ട് കാര്യ വിഷയങ്ങളാ. ഒന്ന്, ബഹുമാനപ്പെട്ട സി എം ഉലുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവനെ സംബന്ധിച്ച് കേരളത്തിൽ ചില ഏതോ മാനസിക രോഗികളുണ്ട്. ലോകത്തെല്ലായിടത്തും ഉണ്ടാവുമല്ലോ പല മാനസിക രോഗികൾ. ചില മാനസിക രോഗികള് ഈ ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അസുഖം ബാധിച്ച ചില ആളുകളുണ്ട്. അവരെന്തൊക്കെ പറയുന്നു. അത്തരം ത്വരീഖത്തുകാരെ ഞങ്ങൾ എണ്ണിയത് നിങ്ങളെ പോലെയുള്ള മുബ്തദികളുടെ കൂട്ടത്തിൽ തന്നെയാണ്. നിങ്ങളെ ലിസ്റ്റിൽ തന്നെ ഞങ്ങൾ പെടുത്തുന്നു അതിന്. അതുകൊണ്ട് അത്തരം ആളുകൾ പാടിയ പാട്ടുകളോ അവർ പറഞ്ഞ കാര്യങ്ങളോ ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിങ്ങനെ ആ ഷാർജയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കേസറോഡിൽ വന്നിട്ട് പറയുന്നത് ഇത്തരം ചില ഈ തരീഖത്തിന്റെ പേരിൽ ചില മാനസിക രോഗികൾ പാടിയ പാട്ടുകളെയാണ്. ആ പാട്ട് പാടിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ അംഗീകരിക്കുന്ന സംഗതികളാണോ അതൊന്നും? ഞങ്ങൾ ആ കൂട്ടരെയും നിങ്ങളെയും ഒരേ ഗണത്തിലാ കാണുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്തരം ഏതെങ്കിലും ത്വരീഖത്തിന്റെ ആളുകൾ, വ്യാജ ത്വരീഖത്തിന്റെ ആളുകൾ പാടിയ പാട്ടുകളും അവർ പരാമർശിച്ച കാര്യങ്ങളും ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരണ്ട.
മനസ്സിലായില്ലേ? ഒന്ന് കാര്യമായിട്ട് അതാണ് അയാൾക്ക് പറയാനുള്ളത്. ഏതോ ഒരു ചങ്ങായി സിയമുല്ലാഹിനെ പറ്റി റബ്ബാണ് ഇലാഹാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ആരിമ്യങ്ങൾ അപ്പൊ തന്നെ അതിനെ വിരോധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ നമ്മളെ തലേന്റെ മേലെ അതിന് വെച്ച് കിട്ടുക. അതുകൊണ്ട് അത്തരം വ്യാജന്മാരൊക്കെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അത്ര സാധനങ്ങൾ ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നിട്ട് കാര്യമില്ല. പിന്നെ ബഹുമാനം നമ്മുടെ ഇടയിലുള്ള ഇവര് 10ഉം 18ഉം 20ഉം ഇങ്ങനെ ഗ്രൂപ്പായി മാറിയപ്പോ ഇവര് പറയാ, നിങ്ങളിലില്ലേ ഗ്രൂപ്പ്? APK ഗ്രൂപ്പില്ലേ? സംസ്ഥാന ഇല്ലേ? നക്ഷബന്ദി തരീക്കത്തില്ലേ? ഖാദിരിയ തരീക്കത്തില്ലേ? റിഫായി തരീക്കത്തില്ലേ? ജിസ്തിയ തരീക്കത്തില്ലേ? സുഹ്റവർദിയില്ലേ? അങ്ങനെ എണ്ണാണ്. നീ കൂട്ടിക്കോ, വേണമെങ്കിൽ വേറെ കുറെ കൂട്ടിക്കോ. ബോംബിയ, മദ്രാസിയ, കൽക്കത്തിയ, ഡൽഹിയ, അങ്ങനെ കുറെ എണ്ണ. അതിനെന്താ കുഴപ്പോ? കാലിക്കറ്റിയ, ഹൈദരാബാദിയ, അംദാനിയ, ചായിയ, കാപ്പിയ, അങ്ങനെ എണ്ണാൻ ആർക്കാ കഴിയാത്ത? അല്ല കൂട്ടരെ, ഞാൻ ചോദിക്കട്ടെ, ഈ തരീക്കത്തുകളൊന്നും ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്നുണ്ട്? യഥാർത്ഥ തരീക്കത്ത് തന്നെ ഖാദിരിയ തരീക്കത്തും സുഹ്റവർദി തരീക്കത്താവട്ടെ, അല്ലെങ്കിൽ ജിസ്തി ആവട്ടെ, നക്ഷബന്ദി ആവട്ടെ, ഈ തരീക്കത്തുകാർ മറ്റേ തരീക്കത്തുകാർ കാഫറാക്കുന്നുണ്ടോ? അവരെ തൗഹീദൊന്ന് വേറെ, ഇവരെ തൗഹീദൊന്ന് വേറെയാണോ? APക്കാരെ തൗഹീദൊന്ന് വേറെ, EKക്കാരെ തൗഹീദൊന്ന് വേറെയാണോ? അല്ലെങ്കിൽ സംസ്ഥാനയുടെ തൗഹീദൊന്ന് വേറെയാണോ? നമ്മളാരും തൗഹീദിന്റെ വിഷയത്തിൽ ഇവിടെ സംഘടനകൾ ഉണ്ടാക്കിയിട്ടേയില്ല. ഇവിടെ APEK അല്ലെങ്കിൽ സംസ്ഥാനം അങ്ങനെ തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ സംഘടനാപരമായ ചില വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തൗഹീദ് ശിർക്കിന്റെ വിഷയത്തിലോ സുന്നത്ത് ബിദ്അത്തിന്റെ വിഷയത്തിലോ അല്ല. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ അതിനിവിടെ കൊണ്ടുവരണ്ട. നല്ല രസമുണ്ട്. ഇത് പണ്ട് ഒരാള് പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെ മരിച്ചു. അയാളെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നക്കള് പറയുകയാണ്, ഞങ്ങളെ ജാത്തിനെ തൊട്ടാൽ ഇതായിരിക്കും. നക്കള് കടിച്ചത് പാമ്പാണ്, കടിച്ചത് പാമ്പ്. അതിനെ നോക്കിയിട്ട് നക്കള് പറയാ, ഈ മയ്യത്ത് കൊണ്ടുപോ, ഞങ്ങളെ ജാത്തിനെ തൊട്ടാൽ ഇതായിരിക്കും അവസ്ഥ എന്നതുപോലെ നിങ്ങളും നിങ്ങളെ ഈ സംഘടനാ ഭിന്നിപ്പും ഞങ്ങളെ ഭിന്നിപ്പും തമ്മിൽ എന്താ ബന്ധമുള്ളത്? APEK തുടങ്ങിയുള്ള ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും അത് സംഘടനാപരമായ ഭിന്നിപ്പുകളാണ്. അല്ലാതെ EKക്കാരെ തൗഹീദൊന്ന് വേറെ, APക്കാരെ തൗഹീദൊന്ന് വേറെ, അങ്ങനെ ഒരു പ്രശ്നമേ നമ്മുടെ ഇടയിലില്ല. നിങ്ങൾ അങ്ങനെയല്ല. ജിന്നൂരികള് നിങ്ങളെ KNMകാര് മുസ്ലിമായി അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? പറയൂ. നിങ്ങളെ പച്ച കാഫിറെന്നല്ലേ KNMകാര് പറയുന്നത്? അതിനേക്കാളും കറുത്ത കാഫിറാണെന്നല്ലേ നിങ്ങളെ പറ്റി മടവൂരികൾ പറയുന്നത്, മർക്കുസുത്താവന്റെ ആളുകൾ. നിങ്ങൾ അങ്ങോട്ടും, നിങ്ങളെ കൂട്ടത്തിൽ ആരാപ്പ മുസ്ലിം ഉള്ളത്? ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കാണ്. അപ്പൊ ആ നിലക്കുള്ള തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ പച്ച കാഫറാക്കി പുതിയ പുതിയ തൗഹീദ് പറയുന്ന നിങ്ങള് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ AP ഇല്ലേ, EK ഇല്ലേ, മറ്റേതില്ലേ? എന്താ കൂട്ടരെ നിങ്ങൾ? അത് തുടക്കത്തിൽ തന്നെ ഹുസൈൻ സലഫി പറഞ്ഞു, ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് ബുദ്ധി ഇല്ല. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ ചില ആളുകളെ പൊട്ടീസാക്കുന്ന ചില പൊട്ടീസുകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. മനുഷ്യന്മാരൊക്കെ പ്രബുദ്ധരാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ആളുകൾ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ ഈ പൊട്ടീസിനൊന്നും കേൾക്കുന്ന കാലമല്ല, അതൊക്കെ കഴിഞ്ഞുപോയി. മനസ്സിലായില്ലേ? ഇനി കേട്ടോ, ഇയാൾ പിന്നെ പറഞ്ഞത് എവിടെ പോയാലും ഇവർക്ക് പറയാനുള്ളത് തന്നെയാണ്. എന്ത്? അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യുന്നത് ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. ഔലിയാക്കളെ മദ്ഹാക്കിക്കൂടാ. പിന്നെ ഇവർക്ക് അബൂജഹലിനും ഉത്ബത്തിനെയും ഷൈബത്തിനെയും ആ മുശ്രിക്കുകളെ ഭയങ്കരമായി മദ്ഹാക്കുമ്പോ വലിയ സന്തോഷമാണ്. അബൂജഹലിനെ നന്നാക്കുക, ഉത്ബത്തിനെയും ഷൈബത്തിനെ നന്നാക്കുക. അവർ വലിയ തൗഹീദുള്ള ആളുകളാണത്രേ. ആര്? ഉത്ബത്തും ഷൈബത്തും. സുബ്ഹാനല്ലാഹ്. മക്കാ മുശ്രിക്കുകളെ പറ്റി, ആ പച്ച കാഫിറുകളെ പറ്റി ഈ മൗലവി ഇന്നലെ പ്രസംഗിക്കുന്ന കേട്ടോളൂ.
റബ്ബ് കഴിവ് കൊടുക്കാതെ സ്വന്തമായി തന്നെ അള്ളാനെ പോലെ ആരിൽ നിന്നും കഴിവ് കിട്ടാതെ സ്വന്തമായി കഴിവുള്ള വേറെ ഏത് ശക്തികളുണ്ട് എന്ന് ആരെങ്കിലും ഇവിടെ വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാധികം പറയുന്നത്? നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലും ഉഹദിലും അതുപോലെ തന്നെ ഖന്തഖിലും ഹുനൈനിലും തബൂക്കിലും ഒക്കെ ഏറ്റുമുട്ടിയവരിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവര് അള്ളാഹു കൊടുക്കാത്ത കഴിവുള്ള ആളുകൾ വേറെയുണ്ട് എന്നാണോ വിശ്വസിച്ചിരുന്നത്? ഒരിക്കലുമല്ല. അവര് പ്രാർത്ഥിച്ചിരുന്ന അവരുടേതായ ആളുകൾ, അവരുടെ കഴിവുകളൊക്കെ അള്ള കൊടുത്തത് മാത്രമാണ്, അള്ള കൊടുക്കാത്ത ഒരു കഴിവും അവർക്കില്ല എന്ന് അവര് പച്ച നുണയാണ് മൗലവി പറയുന്നത്. ഞാൻ മൗലവിയെ വെല്ലുവിളിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരേ ഒരു ആയത്ത് മക്കയുടെ മുശ്രിക്കുകൾ അവർ ആരാധിച്ചിരുന്ന ഇലാഹുകൾക്കുള്ള കഴിവ് അല്ല കൊടുത്ത കഴിവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഖുർആനിന്റെ ഒരേ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ മൗലവിയെ, നിങ്ങളടക്കം നിങ്ങളെ പോലെയുള്ള എല്ലാ മൗലവിമാരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു ആയത്ത് കൊണ്ടുവരാൻ ഒരു ഉമ്മപറ്റ മോന് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഈ ബിംബങ്ങൾക്കും അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്ക് അല്ല കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് മക്കയുടെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾ ആണാണ് പാണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരായത്തോതണം. വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ടുവരാൻ കഴിയോ മൗലവി? ഈ കർണാടകയിൽ വന്നിട്ട് ആളുകളെ കബളിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ആ നിലക്കുള്ള അടവുകളൊന്നും ഇവിടെ നടക്കൂല മൗലവി. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവാ. മക്കയിലെ മുശ്രിക്കുകൾക്ക് അവർ അവരുടെ ദൈവങ്ങളിൽ അവരുടെ ഇലാഹുകൾക്ക് അല്ല കൊടുത്ത കഴിവേ ഉള്ളൂ. അവരുടെ എല്ലാ കഴിവും അല്ല കൊടുത്തതാണ്. അല്ല കൊടുക്കാത്ത കഴിവ് ഈ ദൈവങ്ങൾക്കില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് ഒരായത്തുകൾ കൊണ്ട് ആ ഖുർആനിൽ നിന്ന് പച്ചന്നുണ പറയാ. അതാണ് ദജ്ജാലൂന കദ്ദാബൂൻ. ദജ്ജാലൂന കദ്ദാബൂൻ. അള്ളാഹുവിന്റെ റസൂൽ ഇവരെ പറ്റി പറഞ്ഞില്ലേ, ആഖിർ സമാനിന്റെ കാലഘട്ടത്തിൽ വരും ദജ്ജാലൂന, സത്യത്തിനെ അസത്യമാക്കുന്ന, അസത്യത്തെ സത്യമാക്കുന്ന, ഹക്കിനെ ബാത്തിലാക്കുന്ന, ബാത്തിലിനെ ഹക്കാക്കുന്ന, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. കദ്ദാബൂൻ, ധാരാളം കളവ് പറയുന്ന കള്ളന്മാർ വരും. ആ കൂട്ടത്തിൽപ്പെട്ടവരാണിവർ. പച്ച നുണ പറയാ. എന്തിന്? ഈ സുന്നികളെയും ലക്ഷക്കണക്കിൽ വരുന്ന അഹ്ലുസുന്നയുടെ ആളുകളെയും അബൂജഹലിനെ പോലെയുള്ള കടുത്ത മുശ്രിക്കീകളെയും ഒരുപോലെ ഒരേ തട്ടിലാക്കാൻ വേണ്ടിയാണ് ഈ മൗലവി ഷാർജയിൽ നിന്ന് വന്നിട്ട് ഇത്ര മാത്രം പച്ച നുണ പറയുന്നത്. ഈ വൃത്തികെട്ട മൗലവി, നിങ്ങൾ ആലോചിക്കും, ഒരു ഉളുപ്പുണ്ടോ ഇവർക്ക് നുണ പറയാൻ, പച്ചക്കളവ് പറയാൻ? ഈ കോടിയാനുകോടി മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടിയല്ലേ ഈ മൗലവി ഈ നുണ പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകളെ നന്നാക്കുകയാണ് ഇയാൾ. ഇതിനപ്പുറം പറയും. വന്ന് ഏറ്റു ചൊല്ലിയിരുന്നവരാണ്. നമ്മുടെ ആളുകൾ, ഒരുപാട് ആളുകൾ ഇപ്പൊ ഹജ്ജിന് പോകുന്ന നേരമല്ലേ? ഹജ്ജിന് പോയാൽ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ കേൾക്കുന്ന തൽബിയത്ത് എന്താണ്? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു. നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സർവസ്തുതിയും നിനക്കാണ് എന്നിങ്ങനെ അല്ലാഹുവിനെ പുകഴ്ത്തുന്ന തൽബിയത്തല്ലേ ഹാജിമാര് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ തൽബിയത്തിൽ മായം കലർത്തിയ ഒരു കൂട്ടരുണ്ടായിരുന്നു നബിയുടെ കാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിന്റെ നേതാക്കന്മാരടക്കമുള്ളവര് അവരതാ തൽബിയത്ത് ചൊല്ലി വരികയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആരാ ചൊല്ലുന്നത്? അബൂജഹൽ അടക്കമുള്ള
നബിതങ്ങൾ ബദറിൽ ഏറ്റുമുട്ടിയ മുശ്രിക്കിന്റെ നേതാക്കന്മാരടക്കമുള്ളവര് അവര് ചൊല്ലുന്നു അല്ലാഹുവേ. അപ്പൊ കണ്ടോ, അവര് അള്ളാനെ തള്ളിയവരല്ല, അവര് നിരീശ്വരവാദികളല്ല, അള്ളാനെ തള്ളിയവരല്ല. പക്ഷെ ഏത് അള്ളയാണ് അവർ വിശ്വസിച്ചിരുന്നത്? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന, അവർ വിളിച്ചിരുന്ന അല്ലാ എന്നുള്ള ലഫ്ള് അവർ പ്രയോഗിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ ഏത് അല്ലാഹുവായിരുന്നു, ഏത് നിലക്കുള്ള അല്ലാഹുവിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്? ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ വഹാബികളാകുന്ന നിങ്ങളും മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്ന ഒരു അള്ളണ്ട് ഏകദേശം ഒരുപോലെയുള്ള ഒരു അള്ളയാണ്. എന്തുകൊണ്ട്? മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന അള്ളണ്ട് കൈകാലുള്ള, മുഖമുള്ള, രൂപമുള്ള ഒരു അള്ളാ എന്ന് പറയുന്ന ഒരു ദൈവത്തെ, ഒരു വിഗ്രഹത്തിനെ അവർ സങ്കല്പിച്ചിട്ടുണ്ട്. ആകാശത്തിൽ ഒരു ദൈവത്തിനെ അവർ സങ്കല്പിച്ചു, ഒരു ബുദ്ധിനെ സങ്കല്പിച്ചു. ആ ബുദ്ധിനവർ കൈകാലുകൾ സങ്കല്പിച്ചു, അതിന് ഉടലും, അതിന് കണ്ണും മുഖവും ചന്തിയുമെല്ലാം സങ്കല്പിച്ചു. അതുപോലെ നിങ്ങളും ഇന്ന് സങ്കല്പിക്കുന്നുണ്ട്. വഹാബിനോട് ചോദിച്ചോക്ക്, വഹാബിന്റെ അള്ളാഹ്ക്ക് കൈയുണ്ടോ? പിന്നെ കൈയില്ലാതെ വഹാബിന്റെ അള്ളാഹ്ക്ക് കൈയുണ്ട്. മൂക്കുണ്ടോ? മൂക്കുണ്ട്. വടലുണ്ടോ? പിന്നെ വടലുണ്ട്, ഏതായാലും ഉണ്ട്. പിന്നെ കാലുണ്ടോ? കാലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ മക്കയിലെ മുശ്രിക്കുകൾ സങ്കല്പിച്ചതും വഹാബി സങ്കല്പിച്ചതും ഒന്നിനെ. രണ്ടു കൂട്ടരും അവർ ഒരു ശരീരമുള്ള ഒരു വിഗ്രഹത്തിനെയാണ്, ബോഡിയുള്ള, തടിയുള്ള ഒരു വിഗ്രഹത്തിനെയാണ് മുശ്രിക്കുകൾ സങ്കല്പിച്ചത്. അതുപോലെ ഇവരും വഹാബികളും സങ്കല്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തമ്മിലൊരു ബന്ധം. അവര് അള്ളയുണ്ട് എന്ന് വിശ്വസിച്ചവരാണെന്ന് മാത്രമല്ല, അള്ളാനെ കൊണ്ടല്ലാതെ ലോകം വടക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചവരാണ്. അള്ളാനെ കൊണ്ടല്ലാതെ എല്ലാം കാണാനോ എല്ലാം കേൾക്കുവാനോ കഴിയില്ല എന്ന് വിശ്വസിച്ചവരാണ്. പച്ചക്കളവാണ്. അള്ളാനെ കൊണ്ടല്ലാതെ കാണാൻ കഴിയില്ല, അള്ള കൊടുത്ത കഴിവുകൊണ്ടല്ലാതെ കേൾക്കാൻ കഴിയില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു എന്ന് ആര് പഠിപ്പിച്ചു നിങ്ങൾക്ക്? ഏത് ശൈത്താനാ പഠിപ്പിച്ചത്? അള്ളാന്റെ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ മൗലവി? പച്ചക്കളവ് പറയാ സാധാരണക്കാരെ മുന്നിൽ. അവിടെ ഇരിക്കുന്ന കുറെ പാവങ്ങളുണ്ടല്ലോ, അന്തമില്ലാത്തത്. അന്തമുള്ളൊരു വഹാബിസത്തിലേക്ക് ഏതായാലും പോകില്ല, ഉറപ്പല്ലേ? ഒരു 4% തലച്ചോറുള്ള ഒരു ചങ്ങായി വഹാബിക്ക് പോകില്ല. ആ ബുദ്ധിയില്ലാത്ത കൗമിന്റെ മുന്നിലാണ് ഇതൊക്കെ വിളമ്പുന്നത്. അള്ള കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ ഈ ദൈവങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് പച്ചക്കളവ്, പച്ച നുണ പറയാ ആളുകളെ മുന്നിൽ. എന്തിന്? ഉദ്ദേശം എന്താ? ഈ നമ്മുടെ ഈ സുന്നികളും അബൂജഹലും കൂട്ടരും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ കളവ് പറയുന്നത്. ബടായി പറയുന്നല്ലേ? അങ്ങനെ വിശ്വസിച്ചു. ഏത് ആയത്ത് തെളിയിക്ക്? ഏത് ഹദീസിലാ ഉള്ളത്? ഏത് ഖുർആനിലാ ഉള്ളത്? പച്ച നുണ പറയാ. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യങ്ങളാണ്. എവിടെ ഖുർആനില്? ഏത് ഖുർആനിലാ ഉള്ളത്? ഏത് ഖുർആനിലാ ഉള്ളത്? ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ചിരുന്ന സത്യങ്ങളല്ലേ? ഇങ്ങനെ പറഞ്ഞു പോവുക ആളുകളെ മുന്നിൽ. ഏത് ഖുർആനിലാ അങ്ങനെ പറയുന്നത്? അള്ള കൊടുത്ത കഴിവ് കൊണ്ട് അവർ ആരാധിച്ചിരുന്ന ഇലാഹിൽ കണ്ടിട്ടുള്ളൂ, ആ കഴിവ് കൊണ്ട് അവർ നോക്കിയിട്ടുള്ളൂ, ആ കഴിവ് കൊണ്ട് കേട്ടിട്ടുള്ളൂ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് ഖുർആനിന്റെ ഒരു കഷ്ണം കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ മൗലവി നിങ്ങൾക്ക്? സാധിക്കോ? ആളുകളെ കാഫറാക്കല്ലേ? വിവരം കെട്ട ബുദ്ധിയില്ലാത്ത കൗമിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ബടായി പറഞ്ഞു പോവുക. മഴ തരുന്നത് അള്ള മാത്രമാണ്, ജീവിപ്പിക്കുന്നവൻ അള്ള മാത്രമാണ്, മരിപ്പിക്കുന്നത് അള്ള മാത്രമാണ്, ലോകത്തെ മൊത്തം തന്നെ കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിർ അള്ള മാത്രമാണ്. പച്ചക്കളവാണ്. ഖുർആനെ വിരുദ്ധ പറയാ. ഖുർആൻ എന്താ പറഞ്ഞറിയോ? ഈ മക്കയിലെ മുശ്രിക്കുകളെ പറ്റി ഖുർആൻ പറയുന്നു, അജിബു
أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب. സൂറത്തു സ്വാദ് 5-ാമത്തെ ആയത്ത് നോക്കിക്കോ. ഖുർആൻ പറയുന്നു വഅജിബു, മക്കയിലെ മുശ്രിക്കുകൾ അത്ഭുതം പ്രകടിപ്പിച്ചു. അവർ അത്ഭുതപ്പെട്ടു പോയി. അൻജാഅഹും മുൻദിറും മിൻഹും, അവരിൽപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രവാചകൻ ആ വരുന്ന കാര്യത്തിൽ അവർ അത്ഭുതപ്പെട്ടു. വഖാലൽ കാഫിറൂന, കാഫിറുകളായ ആ കൂട്ടർ പറഞ്ഞു ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇവൻ പച്ച കള്ളനും മാട്ടം ചെയ്യുന്ന, മാരണം നടത്തുന്ന, സിഹ്റ് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് അവർ ചോദിക്കുക, അള്ളാന്റെ റസൂല് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ മക്കയിലെ മുശ്രിക്കുകൾ ചോദിക്കുന്നു അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ, ഈ മുഹമ്മദ് വന്ന് എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കിയിട്ട് ഒറ്റ ഇലാഹിനെ മാത്രമാക്കിയതാണ്. ഒറ്റ ഇലാഹ് മാത്രമാണോ ഇയാൾക്കുള്ളത്? ഒറ്റ ഇലാഹാക്കിയോ? എല്ലാ ഇലാഹുകളെ ക്യാൻസൽ ചെയ്തിട്ട്. ഇന്ന ഹാദാ ലശൈഉൻ ഔജാബ്, ഇത് വല്ലാത്ത അത്ഭുതകരമാണല്ലോ, ഇത് വല്ലാത്ത അത്ഭുതമായ ഒരു കാര്യമല്ലേ? എന്താ പറയാൻ കാരണം? ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു, മൻശഉ തഅജ്ജുബ് മിൻ വജ്ഹൈനി, ഇങ്ങനെ അത്ഭുതം പ്രകടിപ്പിക്കാനുള്ള കാരണം രണ്ടാണ്. അല്ലവലു ഒന്ന്, അന്നൽ ഖൗമ മാ കാനൂ മിൻ അസ്ഹാബിൻ നളരി വൽ ഇസ്തിദ്ലാൽ, ആ കൂട്ടർ ബുദ്ധിയുള്ള ഖൗമല്ല, ഇവരെ പോലെയുള്ള ഒരു ടീമാണ്. ബൽ കാനത ഔഹാമുഹും താബിയതൻ ലിൽ മഹ്സൂസാത്ത്, അവരുടെ ചിന്തകളും അവരുടെ ബുദ്ധിയും ലോകത്തിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നതിന്റെ പിന്നാലെ പോകുന്ന കൂട്ടരാണ്. ഫലമ്മാ വജദൂ ഫിശ്ശാഹിദി, പ്രത്യക്ഷത്തിൽ അവർ കണ്ടപ്പോൾ, എത്തിച്ചപ്പോൾ, അന്നൽ ഫാഇലൽ വാഹിദ, ഒരു കർത്താവ്, ഒരു പ്രവർത്തകൻ, ഒരു ഫാഇൽ, ലാ തഫീ ഖുദ്റതുഹു വഅമലുഹു ബിഹിഫ്ദിൽ ഖൽഖിൽ അളീം, വലിയ ഒരു കാര്യത്തെ, ഉദാഹരണത്തിന് വലിയൊരു കമ്പനി, വലിയൊരു സ്ഥാപനം, വലിയൊരു വീട്, അതിനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധാരണഗതിയിൽ സാധിക്കാറില്ല. വലിയൊരു കമ്പനി ആകുമ്പോ ഒരു മാനേജറിന് അതിനെ മാനേജ് ചെയ്യാൻ ചിലപ്പോ സാധിച്ചു കൊള്ളണമെന്നില്ല, കുറെ ആളുകൾ വേണ്ടി വരും. വലിയ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ആളുകൾ വേണ്ടി വരും, ഒരാളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് സാധാരണ നമ്മളിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കാണുന്നത് കണ്ടപ്പോ ഈ മുശ്രിക്കുകൾ ഖാസുൽ ഗായിബ അല ഷാഹിദി, ഈ ഗായിബായ സൃഷ്ടാവിനെയും ഇതിന്റെ മേലെ അവർ തുലനം ചെയ്തു. ഫഖാലു, അവർ പറഞ്ഞു ലാ ബുദ്ദ ഫീ ഹിഫ്ളി ഹാദൽ ആലമിൽ കസീർ, ഈ ലോകത്തിനെ നിയന്ത്രിക്കാൻ നിർബന്ധമായിട്ടുണ്ടാകണം മിൻ ആലിഹത്തിൻ കസീറ, ധാരാളം ഇലാഹുകൾ വേണം. ഒരു ഇലാഹ് മതിയാവുകയില്ല, ഒരു ദൈവം മതിയാവുകയില്ല. ഈ ലോകം കൺട്രോൾ ചെയ്യാൻ, ഈ ലോകം നിയന്ത്രിക്കാൻ ഒരു ഇലാഹിനെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹ് എന്ന് പറയുന്ന ഒരു ഇലാഹിനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഇലാഹുകൾ ഇവിടെ വേണം. ഓരോ ദൈവങ്ങളും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് നിയന്ത്രിക്കും. ഒരു ഇലാഹാകുന്ന അല്ലാഹ് എന്ന് പറയുന്ന ഇലാഹിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. ഈ മൗലവി പറഞ്ഞെന്താ? ഈ മൗലവി എന്താ പച്ച നുണ പറഞ്ഞത്? ഖുർആന് വിരുദ്ധമായിട്ടായി മൗലവി പറഞ്ഞു. ഈ ലോകം നിയന്ത്രിക്കുന്നതെല്ലാം അല്ലാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന പച്ച നുണയാണ് കേസോടിൽ ഇന്നലെ വന്നിട്ട് പറയുന്നത് ഈ മൗലവി. ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഈ ലോകം നിയന്ത്രിക്കാൻ അല്ലാഹ് എന്ന് പറയുന്ന ഇലാഹിന് സാധിക്കുമോ? സാധ്യമല്ല. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ഇലാഹുകൾ അവർ സങ്കല്പിച്ചു. അല്ലാഹ് എന്ന ഇലാഹിനെ വലിയ ഇലാഹായി അൽ ഇലാഹുൽ അഅ്ളം. ഉദാഹരണത്തിന് ഇപ്പോ ഗവൺമെന്റിൽ മന്ത്രിമാരും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടാകും.
അല്ലേ? മന്ത്രിമാരെ ഒരു റയീസ്, ഒരു നേതാവ്, കുറെ മന്ത്രിമാരെ ഒരു കൂട്ടത്തിനാണ്, ഒരു മന്ത്രിമണ്ഡലമാണ് അല്ലേ? അതിനൊരു റയീസ് ഉണ്ടാവും. ആ റയീസാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി. ഇതുപോലെ ലോകത്തിനെ നിയന്ത്രിക്കാൻ കുറെ ഇലാഹുകൾ. ആ ഇലാഹുകളുടെ ഒരു നേതാവാണ് അല്ലാഹ്, അൽ ഇലാഹുൽ അഅ്ളം, പ്രധാന ഇലാഹ്, പ്രധാന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ പ്രധാന ദൈവം. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. കേട്ടോ, ഞാൻ എന്റെ സ്വന്തം ഭാഗം പറയില്ല. അതാ ലിഅന്നഹും കാനൂ, മക്കയിലെ മുശ്രിക്കുകളായിരുന്നു, യഅ്തരിഫൂൻ, അവർ അംഗീകരിച്ചവരാണ്, ബിഅന്നഹു, തീർച്ചയായിട്ടും അല്ലാഹ് എന്ന് പറയുന്ന ദൈവം അൽ ഇലാഹുൽ അഅ്ളം, പ്രധാന ദൈവമാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ കുറെ ദൈവങ്ങള്, അക്കൂട്ടത്തിൽ പ്രധാന ദൈവമായിട്ട് അല്ലാഹ് എന്ന പേരുള്ള ദൈവ, ലാത്ത ഉണ്ട്, ഉസ്സ ഉണ്ട്, മനാത്തയുണ്ട്, അങ്ങനെ തുടങ്ങി കുറെ ദൈവങ്ങളും അക്കൂട്ടത്തിൽ അല്ലാഹ് എന്ന് പറയുന്ന പ്രധാന ദൈവവും. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? സുന്നികൾ അങ്ങനെയാണോ? അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അങ്ങനെയാണോ? അള്ളാഹുവിന്റെ കൂടെ മറ്റ് വേറെ ദൈവങ്ങളുണ്ട്, അല്ലാഹ് വലിയ ദൈവമാണ് എന്നാണോ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, സുന്നികൾ വിശ്വസിക്കുന്നത്? ആരെയാണ് മൗലവി കബളിക്കുന്നത്? നിങ്ങളൊന്ന് ഓർത്തോളൂ. നിങ്ങൾക്ക് മരിക്കാനുണ്ട് മൗലവിമാരെ. ഈ ലോകത്ത് വരുന്ന ലക്ഷക്കണക്കിലെ ആലിമീങ്ങളുണ്ട്, സാദാതീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. അവരെയെല്ലാം നിങ്ങൾ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ്, മുശ്രിക്കുകളാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ മരിച്ചുപോയാൽ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ മരണത്തെ ഒന്ന് ഓർക്കണം മൗലവി. നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാ. ഈ കാണുന്ന വലിയ സമൂഹത്തെ നിങ്ങൾ മുശ്രിക്കുകളാക്കിയിട്ട്, മക്കയിലെ മുശ്രിക്കുകളോട് സമാനമാക്കിയിട്ട്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ മൗലവിമാരെ? ഒരു പേടിയില്ലല്ലോ ഈ കൂട്ടർക്ക്. മക്കയിലെ മുശ്രിക്കുകൾ കുറെ ദൈവങ്ങളിലും അതുപോലെ വലിയ പ്രധാന ദൈവത്തെയും ഒരു കൂട്ട ദൈവങ്ങളിൽ വിശ്വസിച്ച ആ കൂട്ടരെയും അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹുമില്ല എന്ന് വിശ്വസിക്കുന്ന സുന്നികളെയും ഒരുപോലെ ആക്കുന്നതിൽ ഒരു മടിയും ഇവർക്കില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പേടിയില്ലാത്ത ഒരു കൂട്ടർ. ഇനി കേട്ടോ, ഇത് തഫ്സീറുൻ നിസാബൂരി നോക്കിക്കോ. ഇനി നോക്കി തഫ്സീറുൽ ഖുർതുബി, അന്നഹും കാനൂ യഅ്തഖിദൂൻ, മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു, അന്നല്ലാഹ ഹുവൽ ഇലാഹുൽ അഅ്ളം, അല്ലാഹ് വലിയ ദൈവമാണ്, പ്രധാന ദൈവമാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അടുത്ത് പറയട്ടെ, ഇതൊക്കെ വിശ്വസിച്ചിരുന്ന അറേബ്യൻ മുശ്രിക്കുകളാ. അവര് അല്ലാഹുമ്മ എന്ന് പറയുമ്പോ, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിതാ ഞങ്ങൾ വന്നിരിക്കുന്നു. ഇനി അവര് പറയുന്ന വാചകം കേട്ടോ, ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയും ഇല്ല. ക്ലിയർ അല്ലേ? നിനക്കൊരു പങ്കാളി ഇല്ല എന്ന് പറഞ്ഞു. ക്ലിയർ ആയിട്ടില്ല, അടുത്തും കൂടി വായിക്കുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഇസ്തിസന വരുമ്പോ ആ ഇസ്തിസനം കൂടി പറഞ്ഞ് അതിന്റെ മുസസനയും പാടി വായിച്ചതിന്റെ ശേഷം പറഞ്ഞാൽ മതി ക്ലിയർ, അതിന് മുമ്പ് പറയണ്ട. അടുത്തും കൂടി പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, നിർത്തിക്കോളൂ, അവിടെ വെച്ച് നിർത്തിക്കോളൂ. ഇനി അപ്പുറത്ത് നിങ്ങൾ കൂട്ടിപ്പറയാൻ പാടില്ല. കാരണം അവര് കൂട്ടിപ്പറയുന്ന കക്ഷികളാണ്. അത് പറഞ്ഞ ഉടനെ പിന്നെ അവര് പറഞ്ഞ വാക്ക് കടുത്ത തെറ്റായിരുന്നു. നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, ഇല്ല ശരീക്കന്നൊരു പങ്കാളി നിനക്കുണ്ട്. പങ്കാളിയാണ്, പങ്കാളിയല്ല. മനസ്സിലായില്ലേ? അത് പങ്കാളിയാണ്, പങ്കാളിയല്ല. ഇല്ല ശരീക്കൻ, ഒരു ശരീക്ക് ഒഴികെ. എന്താണ് അതിനർത്ഥം? ഇല്ലാ ശരീക്കൻ, ലാ ശരീക ലഹു ഇല്ലാ ശരീക്കൻ, ഒരു ശരീക്കില്ല, ഒരു ശരീക്കല്ലാതെ. ഒരു ശരീക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ എന്നല്ല. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ചില ശരീക്കന്മാരല്ലാതെ, ചില ശരീക്കന്മാരല്ലാതെ. അപ്പോ എന്തായി കൂട്ടരെ?
അത്തയ്യാത്തിൽ ഉളു പോയതുപോലെ അല്ലേ? അത്തയ്യാത്തിൽ ഉളു പറഞ്ഞ കഥയാണ്. മക്കയിലെ മുശ്രിക്കുകളെ നന്നാക്കാൻ വേണ്ടിട്ടാ വന്ന് നോക്കുമ്പോ ഇല്ലാ ശരീക്കൻ എടുത്തെടുത്തുമ്പോ ആകെ വത്തിലായി, കൊണ്ടുവന്നൊക്കെ വത്തിലായി. ലാ ശരീക്കലക്ക ഇല്ലാ ശരീക്കൻ, നിനക്കൊരു ശരീക്കുമില്ല, ഇല്ലാ ശരീക്കൻ ചില ശരീക്കന്മാരല്ലാതെ. അപ്പൊ കുറച്ച് ശരീക്കന്മാരുണ്ട്, അള്ളാഹ്ക്ക് ചില കൂറുകാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത് പങ്കാളികളുണ്ട്, ഇത് ബംഗാളിയല്ല, മനസ്സിലായില്ലേ? ചില പങ്കാളികളുണ്ട്, ആ ചില പങ്കാളികളാണ് മറ്റു ദൈവങ്ങള്. അതാണ് ശിർക്ക്, കടുത്ത ശിർക്ക്, മനസ്സിലായില്ലേ? അതോടുകൂടെ ബാത്തിലായിടോ. ഇനി അതിന്റെ അപ്പുറം എന്ത് മണ്ണാങ്കട്ട പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാ ശരീക്കൻ, ചില ശരീക്കന്മാർ, ചില ഇലാഹുകൾ ഒഴികെ. അപ്പൊ കുറച്ച് ശരീക്കന്മാരുണ്ട്, ചില ദൈവങ്ങളുണ്ട്. ആ ദൈവത്തിന്റെ സ്വഭാവം എന്താ? ആ വായിക്ക്, ഞാൻ പഠിപ്പിച്ചേരാ അതിന്റെ അർത്ഥം. ആ പങ്കാളി സ്വന്തം കഴിവുള്ള പങ്കാളിയല്ല, നീ കൊടുക്കാത്ത കഴിവുള്ള സ്വതന്ത്ര പങ്കാളിയല്ല. അത് പച്ച നുണയാണ്. നീ കൊടുത്ത കഴിവല്ല, സ്വന്തം കഴിവുള്ള ശരീക്കല്ല, അങ്ങനെ ഒരു വിശ്വാസം അവർ വിശ്വസിച്ചിട്ടില്ല. അത് ഇയാള് ഫിറ്റ് ചെയ്യാ, നല്ല ഇടക്ക് ഫിറ്റാണ് മൗലവി. മറിച്ച് തംലിക്കുഹോ, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത്, നിന്റെ കസ്റ്റഡിയിലുള്ളവരാ. നിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ കൊടുത്ത കഴിവെന്നാ. ആരെങ്ങനെ അർത്ഥം പറഞ്ഞു നോക്ക്? തംലിക്കുഹുവിന്റെ അർത്ഥം അങ്ങനെയാണോ? നീ അധീനപ്പെടുത്തിയ, നിന്റെ അധീനത്തിലുള്ള അല്ലെ നിന്റെ കീഴിലുള്ള ദൈവങ്ങളൊഴികെ. അത് പ്രധാന ദൈവമാകുമ്പോൾ മറ്റു ദൈവങ്ങളൊക്കെ അതിന്റെ അധീനത്തിലാ വരിക, അത് സ്വാഭാവികല്ലേ? അതിന്റെ അർത്ഥം ഈ ബല ദൈവമാണ് മറ്റേ ദൈവത്തിന് കഴിവ് കൊടുത്തത്, അങ്ങനെയുണ്ടോ? ഉദാഹരണത്തിന് സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി, ബാക്കി 10, 30, 40 മന്ത്രിമാരുണ്ടെന്ന് സങ്കല്പിച്ചു. എത്രയെന്ന് എനിക്കറിയില്ല എണ്ണോ, ഒരു 10, 25 കൂട്ടിക്കോ. ഈ 10, 25 മന്ത്രിമാരും സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും. അപ്പോ ഈ മന്ത്രിമാരൊക്കെ ഇയാൾ അണ്ടറിലാണ്. ആരണ്ടറിൽ? സിദ്ധരാമയ്യന്റെ അണ്ടറിലുള്ളതാണ് തംലിക്കുഹു, അയാളെ കീഴിലുള്ള മന്ത്രിമാരാണ്. അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ എല്ലാ മുഖ്യമന്ത്രിക്കും മന്ത്രിമാര് ജന്മൊന്ന് പേരില്ലേ? ഉദാഹരണത്തിന് DK ശിവകുമാർ, നിങ്ങൾ കുട്ടികൾ DK ശി, അയാളൊരു മന്ത്രിയാണല്ലോ. ഈ DK ശിക്ക് കൊടുത്ത അയാളിലുള്ള കഴിവ് സിദ്ധരാമയ്യ കൊടുത്ത കഴിവാ? സിദ്ധരാമയ്യ കൊടുത്ത കഴിവാണോ അയാളെ കയ്യിലുള്ള കഴിവ്? അയാളെ കീഴിലുള്ള ആള്, അയാൾ അണ്ടറിലുള്ള ആള് എന്നാണ്, അത്രേ ഉള്ളൂ. ഇയാള് മുഖ്യമന്ത്രിയാണ്, അയാൾ അണ്ടറിലുള്ളവരാണ് ഇവർ, അയാൾ അണ്ടറിൽ പ്രവർത്തിക്കുന്നവരാണ്. ചിലപ്പോ വേണ്ടി വന്നാൽ അട്ടിമറിക്കാനും കഴിയും, അല്ലേ? ചിലപ്പോ അട്ടിമറിക്കാനും കഴിയും. അട്ടിമറിക്കണമെങ്കിൽ എന്ത് വേണം? ഇയാൾ കൊടുത്ത കഴിവാണെങ്കിൽ അപ്പൊ തന്നെ പി സൂര്യ പോരെ അട്ടിമറിക്കാൻ കഴിയോ? കഴിയില്ല. അപ്പോ ഈ ബലദൈവം കൊടുത്ത കഴിവാണ് ഇതിനുള്ളതെങ്കിൽ ഈ ചെറിയ ദൈവത്തിന്, ബലദൈവത്തിന് അട്ടിമറിക്കാൻ കഴിയോ? സാധ്യമല്ല. അതേതുപോലെ മുഖ്യമന്ത്രി, താഴെയുള്ള മന്ത്രിമാർ ഓരോരുത്തരും സ്വതന്ത്രന്മാരാ, അവരെ കഴിവുകൾ വേറെയാണ്. പക്ഷെ ഈ വലിയ മന്ത്രിന്റെ അണ്ടറിൽ അവർ പ്രവർത്തിക്കുന്നു. തംലിക്കുഹു, ഇയാളെ അധീനത്തിലുള്ള ആളുകൾ, ഇയാളെ അധീനത്തിലുള്ള ആളുകൾ ചിലപ്പോ അധീനത്തിലുണ്ടെങ്കിലും ചിലപ്പോ എന്താക്കും? അട്ടിമറിക്കും. എന്തേ? അത് ഇയാൾ കൊടുത്ത കഴിവ് കൊണ്ടല്ല. ഇയാൾ കൊടുത്ത കഴിവാണെങ്കിൽ അട്ടിമറിക്കാൻ കഴിയില്ലല്ലോ. മക്കയിലെ മുശ്രിക്കുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവർ വിശ്വസിച്ചിരുന്ന ആ ദൈവങ്ങൾ വലിയ ദൈവത്തിന്റെ അണ്ടറിലുള്ള ദൈവങ്ങളാണ്, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദൈവങ്ങളാണ്. പക്ഷേ അതിന്റെ അർത്ഥം വലിയ ദൈവം ഇതിന് കഴിവ് കൊടുത്തു എന്നല്ല. അങ്ങനെ അർത്ഥം അതിന് ഇല്ലേ ഇല്ല. ഈ മൗലൈമാർ സ്വന്തം കീശയിൽ നിന്ന് ഫിറ്റ് ചെയ്യുന്ന അർത്ഥമാണ്. പച്ചക്കളവാണ് ഈ മൗലൈമാർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. ഞാൻ ഖുർആന്റെ ആയത്ത് നിങ്ങൾ കേൾപ്പിക്കാം. സുബ്ഹാനല്ലാഹ്, എന്ത് നുണയാണ് ഇവർ പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകള്, മക്കയിലെ മുശ്രിക്കുകളെ പറ്റി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. മക്കയിലെ മുശ്രിക്കുകൾ സുന്നികളെ പോലെയുള്ള ആളുകളാണെന്നാണ് എല്ലാ സ്ഥലത്തും വഹാബികൾ പോയി പാവം സാധുക്കളെ പറ്റിക്കുന്നത്. അവരുടെ വിശ്വാസവും സുന്നി വിശ്വാസവും ഒരുപോലെയാണ്. അബൂജഹലും ഇവിടുത്തെ സുന്നി ഉസ്താദുമാരും ഒരുപോലെയാണ്. ചിലപ്പോ പറയും അതിനേക്കാൾ സ്ട്രോങ് ആണ് ഇവര്.
ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയണം. ഇത് വിശ്വസിക്കുന്നവനാണല്ലോ മുസ്ലിം. നാം ഒക്കെ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാ സുന്നികളും വിശ്വസിക്കുന്ന കാര്യമാണ്. ഞാൻ സർവ്വ മൗലവിമാരോടും വെല്ലുവിളിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും പാട്ട് പാടിയിട്ട് പോയിട്ട് കാര്യമില്ല കേട്ടോ. പാട്ട് പാടാൻ ഞങ്ങളല്ലോ കുട്ടികൾ ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ പാടുന്നുണ്ട് ഉഷാറായിട്ട്. നിങ്ങൾ അതിന് ഷാർജ് എന്ന് വന്നിട്ട് ഇവിടെ പാടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറുപടി പറയണം, പാട്ട് പാടണ്ട. മനസ്സിലായില്ലേ? എന്താണ് അബൂജഹലും ആ കൂട്ടരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ വിശ്വസിക്കുകയും അത് ഉച്ചരിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് തെളിയിക്കാൻ ഒരു ഉമ്മ പെറ്റ മകൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഒന്നാമത്തെ വെല്ലുവിളി. ചോദ്യം എഴുതി വെച്ചോ. അബൂജഹലും കൂട്ടരും സുന്നികളും ഒരുപോലെ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചവരായിരുന്നോ? അത് പറഞ്ഞവരായിരുന്നോ? അംഗീകരിച്ചവരായിരുന്നോ? ഉണ്ടെങ്കിൽ വല്ല ഹദീസും കൊണ്ടുവാ, വല്ല തെളിവും കൊണ്ടുവാ. രണ്ട്, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ 6 ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കണം. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. 6 ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കണം. അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവനുടെ വീടാണ്. കുട്ടികള് മദ്രസയിൽ പാടും. അപ്പോ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും, ആ 6 ഈമാൻ കാര്യം അംഗീകരിക്കുന്നവരാണ് ഒരാള് മുസ്ലിം ആവുക, മുവഹിദാവുക. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അല്ലാഹുവിലുള്ള വിശ്വാസം ഒന്നാമത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിനെ പറ്റി അവർ ശരിയായി വിശ്വസിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെ പറ്റിയുള്ള ശരിയായ വിശ്വാസമുണ്ടായിരുന്നു അവർക്ക്? സുബ്ഹാനല്ലാഹ്, എന്തായിരുന്നു അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നത്? അല്ലാഹുവിനെ പറ്റി അവർ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹ് എന്നവർ പറഞ്ഞിരുന്നുവെങ്കിലും അവർ വിശ്വസിച്ചിരുന്ന അല്ലാഹ് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലാഹ് അല്ല. ഒരു ശരീരമുള്ള, അവയവങ്ങളുള്ള, തടിയുള്ള ഒരു വിഗ്രഹം പോലെയുള്ള ഒരു വസ്തുവിനെയാണ് അല്ലാഹ് എന്നവർ വിളിച്ചിരുന്നത്. ആ അല്ലാഹ്ക്കോ ഒരു കഴിവില്ലാത്ത അല്ലാഹുവിനെയാണ് അവർ സങ്കല്പിച്ചിരുന്നത്. കഴിവുകേടുള്ള അല്ലാഹുവിനാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. അറിയോ നിങ്ങൾ? നിങ്ങൾ ഇങ്ങനെ പാടി നടക്കല്ലേ, പഠിച്ചോ നിങ്ങൾ. പരിശുദ്ധ ഖുർആൻ നോക്കിക്കോ. വഅസിറൂ ഖൗലകും അവിജ്ഹറൂ ബി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. സൂറത്തുൽ മുൽക്ക് നോക്കിയാൽ കാണാം 13-ാമത്തെ ആയത്താണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി ഖുർആൻ പറയാം. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? സൂറത്തുൽ മുൽക്കിന്റെ 13-ാമത്തെ ആയത്തിറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? പറയും മൗലവിമാരെ, എന്തായിരുന്നു അതിന്റെ കാരണം? അതിന്റെ കാരണം മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാന്നിധ്യത്തിൽ നബിയെ ആക്ഷേപിക്കും, കുറ്റം പറയും, നബിനെ തെറി വിളിക്കും നബി ഇല്ലാതിരിക്കുമ്പോ. അപ്പോ ആ കൂട്ടത്തിൽ ചില ആളുകൾ ആ സമയത്ത് പറയും, മെല്ലെ പറയുക, ജോറ് ചെല്ലെങ്കിൽ അള്ളാഹ്ക്ക് കേൾക്കും, മുഹമ്മദിന്റെ അള്ളാഹ്ക്ക്. ജോറ് ചീത്ത വിളിച്ചാൽ, ഉറക്കനെ ചീത്ത വിളിച്ചാൽ മുഹമ്മദിന്റെ ദൈവം ഉണ്ടല്ലോ അള്ളാഹ്, ആ ദൈവത്തിന് കേൾക്കും, അതുകൊണ്ട് പതുക്കെ ചൊല്ലിന്നു. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്. വാസിറൂ ഖൗലകും വജ്ഹറൂ ബി, നിങ്ങൾ പതുക്കെ ചൊല്ലിക്കോ, ഉറക്കനെ ചൊല്ലിക്കോ. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങൾ പതുക്കെ ഇല്ലാലും ശരി, ഉറക്കനെ ഇല്ലാലും ശരി. അപ്പൊ ഏത് അല്ലാഹുവിൽ അവർ വിശ്വസിച്ചത്? നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം കഴിവിൽ വിശ്വസിച്ചിരുന്നുണ്ട്. അള്ളാഹ്ക്ക് പതുക്കെ ചൊല്ലിയാ കേൾക്കാൻ കഴിയില്ല എന്ന വിശ്വാസക്കായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അറിയോ?
അന്ന ജമാഅത്തൻ മിനൽ കുഫാരി കാനൂ യതശാവറൂന ഫീമാ ബൈനഹും ഫഖാല ബഅദുഹും ലിബഅദിൻ ലാ തജ്ഹറൂ ബിഅസ്വാതികും ഫഇന്ന റബ്ബ മുഹമ്മദി യസ്മഉ ഫയുഖ്ബിറുഹു. ഉറക്കനെ ചൊല്ലിയാൽ മുഹമ്മദിന്റെ റബ്ബ് അല്ലാഹ് കേൾക്കും, അത് മുഹമ്മദിനിക്ക് അറിയിച്ചു കൊടുക്കും, അതുകൊണ്ട് മെല്ലെ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. വഅസിറൂ ഖൗലകും അവിജ്ഹറൂ ബി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചിരുന്ന അല്ലാഹ് ഉണ്ടല്ലോ, ആ അല്ലാഹ് ഏത് അല്ലാഹ്? കഴിവ് കേടുള്ള അല്ലാഹ്, അശക്തനായ ഒരു അല്ലാഹ്. ഇനി കേട്ടോ, ഏത് അല്ലാഹുവിൽ അവർ വിശ്വസിച്ചത്? വഖാലൂ അഇദാ കുന്നാ ഇളാമൻ വറുഫാതൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദാ. മരണത്തിന്റെ ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പഠിപ്പിച്ചപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങൾ മരിച്ച് മണ്ണായി ജീർണിച്ച് പോയാൽ ഞങ്ങളെ വീണ്ടും ഹയാത്താക്കുകയാണോ? സാധ്യമല്ല, അത് സാധ്യമല്ല. മരിച്ചവരെ വീണ്ടും ഹയാത്താക്കാൻ, നുരുമ്പിപ്പോയ കുമ്പായി പോയ എല്ലുകളെ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് കൊണ്ടുവരാൻ അത് സാധ്യമല്ല എന്ന് വാദിച്ചു. എത്ര ആയത്തിലാ ഖുർആനിലുള്ളത്? സൂറത്തുൽ ഇസ്രാ നോക്കിക്കോ 49, സൂറത്തുൽ ഇസ്രാ 98 നോക്കിക്കോ, സൂറത്തുൽ മുഅ്മിനീൻ 82 83 നോക്കിക്കോ, സൂറത്തുൽ സാഫാത്ത് 16 17 നോക്കിക്കോ, സൂറത്തുൽ വാഖിയ 47 48 49, സൂറത്തുൽ നാസിയാത്ത് 10 11. ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞതല്ലേ, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ ലഖദ് ഉഇദ്നാ നഹ്നു വആബാഉനാ ഹാദാ മിൻ ഖബ്ൽ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. സുബ്ഹാനല്ലാഹ്. ഈ മരിച്ചതിന്റെ ശേഷം ഒരു മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു അല്ലാഹുവിനെയാണ് അവർ അംഗീകരിച്ചിരുന്നത്. കഴിവുകേടുള്ള അല്ലാഹ്, കഴിവുകേടുള്ള അല്ലാഹ്, കഴിവില്ലാത്ത അല്ലാഹനെയാണ് അവർ വിളിച്ചിരുന്നത്, അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. ഈ ലോകത്തെ ഒട്ടാകെ നിയന്ത്രിക്കാൻ അല്ലാഹ് എന്ന ഈ വലിയ ദൈവത്തിന് സാധ്യമല്ല, അതിന് കുറെ വേറെ ദൈവങ്ങൾ വേണം എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അപ്പോ ഒരു കഴിവില്ലാത്ത കഴിവുകേടനായ ഒരു അല്ലാഹ് എന്ന ഒരു ശക്തിയെയാണ് അവർ സങ്കല്പിച്ചിരുന്നത്. മനസ്സിലായില്ലേ? ലോകത്തുള്ള സുന്നികൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അള്ളാഹിനെ പറ്റി അങ്ങനെയാണോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്? പതുക്കെ പറഞ്ഞാൽ കേൾക്കാത്ത അല്ലാഹുവിലാണോ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്? മരിച്ചാൽ പുനർജീവിപ്പിക്കാൻ കഴിയാത്ത അല്ലാഹുവിലാണോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്? ഈ ലോകമൊട്ടാകെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അല്ലാഹുവിലാണോ വിശ്വസിക്കുന്നത്? എന്തിനാണ് മൗലവിമാരെ കളവ് പറയുന്നത് സാധാരണക്കാരെ മുന്നിൽ? എന്തിനാണ് സാധാരണക്കാരെ നിങ്ങൾ ചതിക്കുന്നത്? അവർ അള്ളാഹുവിന്റെ കൂടെ ധാരാളം ദൈവങ്ങളിൽ വിശ്വസിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ കൂടെ ധാരാളം ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തിനാണ് അതൊക്കെ നിങ്ങൾ മൂടി വെക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകളെ പറ്റി, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ കൂടാണ്ട് ധാരാളം ഇലാഹുകൾ അവരുണ്ടാക്കി. വിശുദ്ധ ഖുർആന ഔലിയാക്കൾ ഉണ്ടാക്കിയെന്നല്ല, സഹായികൾ ഉണ്ടാക്കിയെന്നല്ല. അല്ലാഹുവിനെ കൂടാണ്ട് ധാരാളം ദൈവങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്, ധാരാളം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാൻ. ഇനി സൂറത്ത് യാസീൻ നോക്കി 74-ാമത്തെ ആയത്ത്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. അല്ലാഹുവിനെ കൂടാണ്ട് ധാരാളം ദൈവങ്ങൾ അവർ വിശ്വസിച്ചു. സൂറത്ത് യാസീൻ 74. ഇനി നോക്ക്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല. സൂറത്തുൽ ഇസ്രാ 42. വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? ഖുൽ നബിയെ പറയണം, ലൗ കാന മഅഹു ആലിഹത്തുൻ, അല്ലാഹുവിന്റെ കൂടെ മറ്റ് ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ. ഏതുപോലെ?
കമാ യഖൂലൂന, മക്കയിലെ മുശ്രിക്കുകൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് പോലെ അല്ലാഹുവിന്റെ കൂടെ മറ്റ് ധാരാളം ദൈവങ്ങൾ, ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇദൻ ആ സമയം ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അർശിന്റെ ഉടമയായ അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ അവകൾ ശ്രമിക്കുമായിരുന്നു. ബുദ്ധിയുള്ള ഏതൊരാൾക്കും വ്യക്തമല്ലേ? നേരത്തെ മൗലവി എന്താ പറഞ്ഞത്? ഈ ദൈവങ്ങൾക്കെല്ലാം അല്ലാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിച്ചവരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് കടുത്ത തെറ്റല്ലേ? ഈ ആയത്തിൽ പറയുന്നത് അല്ലാഹ് തെറ്റാവൂലേ? എന്തുകൊണ്ട്? അല്ലാഹ് എന്താ പറഞ്ഞത്? അല്ലാഹന്റെ കൂടെ വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദൈവം, ആ എല്ലാ ദൈവങ്ങളും കൂടിയിട്ട് അല്ലാഹനെ പരാജയപ്പെടുത്താൻ നോക്കൂ. എപ്പോഴാ പരാജയപ്പെടുത്താൻ നോക്കുക? സ്വന്തം കഴിവുണ്ടെങ്കിലല്ലേ. അല്ലാഹ് കൊടുത്ത കഴിവാണെങ്കിൽ ആ ഫീസ് ഒന്ന് ഊരിയാ പോരെ? ആ ഫീസ് ഒന്ന് ഊരിയാ പോരാ, പിൻവലിച്ചാ പോരെ? ആ ദൈവങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വതന്ത്ര കഴിവുള്ള അല്ലാഹ് ഇലാഹുകളിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ നോക്കും. അള്ളാഹുവിന്റെ കൂടെ ധാരാളം അവർ ഇലാഹുകൾ ഉണ്ടാക്കി. ഇങ്ങനെ എത്ര ആയത്തുകൾ! സുബ്ഹാനല്ലാഹ്. സൂറത്ത് മറിയം 81, സൂറത്തുൽ അംബിയ 68, സൂറത്ത് നൂഹ് 23, സൂറത്തുൽ അംബിയ 24, അതുപോലെ സൂറത്തുൽ ഇസ്രാ 42, 43. ഈ ആയത്തുകളിലൊക്കെ പറയുന്നു മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ കൂടാണ്ട് ധാരാളം ദൈവങ്ങളിൽ, ഇലാഹുകളിൽ വിശ്വസിച്ചവരായിരുന്നു. സുന്നികളോ? സുന്നികൾ എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ, അല്ലാഹുവിന് പുറമെ ഒരു ഇലാഹുമില്ല, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. ആ അല്ലാഹ് കൊടുത്ത കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹ് കൊടുത്ത കഴിവല്ലാതെ ലോകത്ത് ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അത് ആലിമിനുമില്ല, അത് ഔലിയാക്കൾക്കുമില്ല, അമ്പിയാക്കൾക്കുമില്ല, ഡോക്ടർമാർക്കുമില്ല, എഞ്ചിനീയർമാർക്കുമില്ല, ഒരു സയന്റിസ്റ്റിനുമില്ല, ഒരു നിരീശ്വരവാദിക്കുമില്ല, ഒരു മുസ്ലിമിനുമില്ല, ഒരു അമുസ്ലിമിനുമില്ല, ഒരു ആണിനുമില്ല, ഒരു പെണ്ണിനുമില്ല, ഒരു മൃഗത്തിനുമില്ല. എല്ലാ കഴിവും കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരല്ലേ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ. മക്കയിലെ മുശ്രിക്കുകളോ ആ ദൈവങ്ങൾ സ്വതന്ത്രരാണെന്ന് വിശ്വസിച്ചു. അള്ളാഹുവിന് പുറമെ ധാരാളം ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു. ആ മുശ്രിക്കുകളെയും അതുപോലെ ഏതല്ലാ? അവർ അല്ലാന്ന് പറഞ്ഞത് കഴിവുകേടുള്ള അല്ലാഹ്, മെല്ലെ സംസാരിച്ചാൽ കേൾക്കാത്ത അല്ലാഹ്, മരിച്ചവനെ പുനർജീവിപ്പിക്കാൻ കഴിയാത്ത അല്ലാഹ്, ലോകമൊട്ടാകെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അല്ലാഹ്, കൈകാലുകളും മുഖവും ചന്തിയും ഒക്കെ ഉള്ള അല്ലാഹ്, ഒരു പ്രതിമനെ ആകാശത്തിൽ അവർ സങ്കല്പിച്ചു.